നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. താൽക്കാലിക നിയമനം 6 മാസത്തിൽ കൂടരുതെന്ന് ഹൈക്കോടതി. VC നിയമനം നീളുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും കോടതി. ഗവർണറുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. സാങ്കേതിക ഡിജിറ്റൽ VCമാർ പുറത്ത്. രജിസ്ട്രാർക്കെതിരെ വിമർശനവുമായി കേരള സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണറുമായി തൃശൂർ രാമനിലയത്തിൽ കൂടിക്കാഴ്ച നടത്തി. പതിനെട്ട് ദിവസത്തെ ദൌത്യം പൂർത്തിയാക്കി ആക്സിയം 4 സംഘം ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങി. ശുഭാൻഷു ശുക്ലയും കൂട്ടരും നാളെ വൈകിട്ട് 3 മണിയോടെ ഭൂമിയിലെത്തും. പേടകം ഇറങ്ങുക കാലിഫോർണിയ തീരത്തിനടുത്ത ശാന്തസമുദ്രത്തിൽ. നിമിഷപ്രിയയുടെ മോചനത്തിന് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ഇടപെട്ടതോടെ യമനിൽ അടിയന്തര യോഗം. മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം. മോചനത്തിനായി പരമാവധി ചെയ്യുന്നുണ്ടെന്നും ദിയാധനത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രം. വിവാഹമോചന കേസുകളിൽ പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി സ്വീകരിക്കാമെന്ന് സുപ്രീം കോടതി. സ്വകാര്യതയുടെയും മൗലികാവകാശത്തിന്റെയും ലംഘനമാകില്ലെന്ന് കോടതി. ബീഹാർ മാതൃകയിൽ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലക്ഷ്യം അനധികൃത വോട്ടർമാരെ ഒഴിവാക്കൽ. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. താൽക്കാലിക നിയമനം 6 മാസത്തിൽ കൂടരുത് എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. VC നിയമനം നീളുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഗവർണറുടെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേരള സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിലാണ് തിരിച്ചടിയുണ്ടായത്. ഇവരെ നിയമിച്ച നടപടി നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണർ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, നേരത്തെ തന്നെ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചില കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. ഇപ്പോൾ നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി നൽകുകയാണ്. 6 മാസത്തിൽ കൂടിയ ഒരു താൽക്കാലിക നിയമനം വേണ്ട എന്നുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. പ്രധാനമായും ഇത് ഗവർണർ സർക്കാർ തമ്മിലുള്ള പോരാട്ടം കുറെ കാലമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി നിർണായകമായ ഇടപെടലുകൾ പല ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കേസിൽ ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഇതിൽ ഗവർണറുടെ ഒരു ഹൈക്കോടതി തന്നെയാണ് ഗവർണർക്ക് വിടാൻ എന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഗവർണർക്ക് ഇതിനകത്ത് കൂടുതൽ ഒരു അധികാരം ഉപയോഗിക്കാവുന്നില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുക. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗവർണറും സർക്കാരുമായുള്ള പോര് മൂർച്ഛിച്ചു നിൽക്കെ തൃശൂർ രാമനിലയത്തിൽ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തി. സർവകലാശാല ഭരണ പ്രതിസന്ധികൾ ചർച്ച ചെയ്തു. സിൻഡിക്കേറ്റ് തീരുമാനം വൈസ് ചാൻസലർ അംഗീകാരം നൽകേണ്ടതുണ്ട്. തീരുമാനം നടപ്പാക്കണമെങ്കിൽ വൈസ് ചാൻസലർ ഒപ്പിടണം. കേരള നിയമസഭയിൽ സ്പീക്കറുടെ അധികാരങ്ങൾ ഉദാഹരണമെന്നും VC പറഞ്ഞു. താൻ ഈ കാര്യങ്ങളെല്ലാം ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും VC കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഗവർണറെ നേരിട്ടറിയിക്കാനാണ് ഞാനിവിടെ വന്നത്. വാസ്തവത്തിൽ ഒരു കാര്യവുമില്ലാതെയാണ് വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഒരാൾക്കെതിരായിട്ട് പരാതി വരികയും കുറ്റം ആരോപിക്കുകയും പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് അന്വേഷണ വിധേയമായി
സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അതൊരു ശിക്ഷയല്ല. അന്വേഷണ വിധേയമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള മാർഗം ഒന്ന് സസ്പെൻഡ് ചെയ്ത ആളോട് അത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ ആവശ്യപ്പെടുക. അതല്ലെങ്കിൽ അയാളുടെ മുകളിലുള്ള ആളോട് ആവശ്യപ്പെടുക, അഭ്യർത്ഥിക്കുക. അതല്ലെങ്കിൽ കോടതിയിൽ പോവുക. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം വൈസ് ചാൻസലറോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നേരെ കോടതിയിൽ പോയി. അത് ചെയ്യാവുന്നതാണ്, ഏതൊരു പൗരനും ചെയ്യാവുന്നതാണ്. കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാവുന്നു. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല, ഞാനത് പിൻവലിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന്. അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല. ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനെതിരെ വിചാരണ സദസ്സുമായി SFI. വിദ്യാർത്ഥികൾക്കായി VCയോട് SFI 15 ചോദ്യങ്ങൾ ഉയർത്തി. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ VCക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും അതിന് ധൈര്യമില്ലെങ്കിൽ വൈസ് ചാൻസലർ പണി അവസാനിപ്പിക്കണമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകർ ഭീഷണി മുഴക്കിയെന്ന VCയുടെ ആരോപണത്തിന് തങ്ങൾ പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യപരമാണെന്നും ആരെയും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ശിവപ്രസാദ് മറുപടി നൽകി. RSSന്റെ പൊന്നോമന പുത്രൻ പ്രിയപ്പെട്ട കേരള സർവകലാശാലയുടെ VC, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുടെ കേന്ദ്രം മിസ്റ്റർ മോഹനൻ കുന്നുമ്മലിനോട് 15 ചോദ്യങ്ങൾ കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിവിധ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SFI ചോദിക്കുകയാണ്. RSSന്റെ സ്വന്തം മോഹനൻ കുന്നുമ്മലെ ഈ സർവകലാശാലയുടെ VC ആയിരിക്കുമ്പോൾ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അങ്ങേക്ക് ബാധ്യതയുണ്ട്. ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മോഹനൻ കുന്നുമ്മൽ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പോലും ഭയപ്പെടുന്ന പേടിത്തൊണ്ടനായ ഈ കേരളത്തിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെപ്പോലും അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത യഥാർത്ഥ വർഗീയവാദി, ധൈര്യമില്ലാത്തവനും ഒളിച്ചോടുന്നവനുമാണെന്ന് തെളിയിക്കുന്ന മോഹനൻ കുന്നുമ്മല് ഈ സർവകലാശാലയ്ക്ക് അപമാനമാണെന്നും അങ്ങ് സ്വയമൊരഭാസി കഥാപാത്രമായി കേരളത്തിൽ മാറിയിട്ടുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ ഗതികെട്ട ജന്മമായി പോയല്ലോ എൻ്റേത് എന്ന് സ്വയമൊന്ന് ആത്മവിശ്വാസം കൊണ്ട് ഈ കസേരയിൽ KSUവിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ SFI. പ്രതിപക്ഷത്തിന്റെയും VCയുടെയും ആശയവും തത്വവും ഒന്നാണെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ ശബ്ദിക്കാൻ KSUവിനാവുന്നില്ലെങ്കിൽ ജനിതകമായ പ്രശ്നമാണ്. നെഹ്റുവിനെയെങ്കിലും പഠിക്കാൻ KSU തയ്യാറാകണമെന്നും ശിവപ്രസാദ് ആവശ്യപ്പെട്ടു. അങ്ങനെ അടുത്ത തവണ ശാഖയിൽ പോകുമ്പോൾ പ്രിയപ്പെട്ട മോഹനൻ കുന്നുമ്മലിനോട് പറയണം, സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ ഉന്നയിച്ച് അവിടെ സമരം ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങ് പോയി ആ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവണം എന്ന് വൈസ് ചാൻസലറോട് അങ്ങ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. കാരണം നിങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമായതുകൊണ്ടും നിങ്ങളുടെ ആശയ തത്വ സംഹിത ഒന്നായതുകൊണ്ടും ഏതായാലും VD സതീശൻ ബഹുമാനപ്പെട്ട 10 മിനിറ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ സ്വീകരിക്കാൻ VC തയ്യാറായേക്കാം. ഗവർണർ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ ഗവർണർക്ക് പരാതി. സേവ് യൂണിവേഴ്സിറ്റി ഫോറമാണ് പരാതി നൽകിയത്. KS അനിൽകുമാറിന്റെ നിയമനം തന്നെ ചട്ടവിരുദ്ധമെന്ന് പരാതി പറയുന്നു. പദവിയിൽ നിന്നുടൻ നീക്കം ചെയ്യണമെന്നും ഗവർണർക്ക് നൽകിയ പരാതിയിൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ആവശ്യപ്പെടുന്നു. രജിസ്ട്രാർക്കെതിരായ പരാതിയിൽ കഴമ്പില്ലെന്ന് കേരള സർവകലാശാല. സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോരിന് പിന്നാലെ ഫയൽ നീക്കം സ്തംഭനത്തിൽ. VCയുടെ ഒപ്പിനായി കാത്തു നിൽക്കുന്നത് 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ. ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് അതാത് സെഷനുകളിലാണ്. സർവകലാശാലയ്ക്ക് അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷയടക്കം കെട്ടിക്കിടക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസത്തെ വാസത്തിന് ശേഷം ശുഭാൻഷു ശുക്ല അടങ്ങുന്ന ആക്സിയം 4 ദൗത്യസംഘം ഭൂമിയിലേക്ക് മടങ്ങി. ഇന്ത്യൻ സമയം വൈകിട്ട് 4:35 ക്രൂ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തു. നാളെ വൈകിട്ട് 3 പേടകം കാലിഫോർണിയ തീരത്തിനടുത്ത് ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. അതിനുശേഷം യാത്രികരെ പേടകത്തിൽ നിന്ന് പുറത്തെത്തിച്ച് ബോട്ടുകളിൽ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. ഭൂഗുരുത്വവുമായി പ്പെടുന്നതിനായി 7 ദിവസം ശുഭാംശു അവിടെയായിരിക്കും. നാസയുടെയും സ്പേസ് എക്സിന്റെയും മിഷൻ കൺട്രോളിൽ നിന്ന് അന്തിമ അനുമതി ലഭിച്ച ശേഷമാണ് ഡ്രാഗൺ ബഹിരാകാശ പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുത്തിയത്.
നിമിഷപ്രിയ കേസിൽ കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ ഇടപെടലിനെ തുടർന്ന് സുപ്രധാനമായ അടിയന്തര യോഗം യമനിൽ പുരോഗമിക്കുന്നു. കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് തലാലിന്റെ സഹോദരൻ, ഗോത്രത്തലവന്മാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ബ്ലഡ് മണിക്ക് പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന കാന്തപുരം AP അബൂബക്കർ മുസലിയാരുടെ ആവശ്യം കുടുംബം പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. 16-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര ചർച്ചകൾ നടക്കുന്നത്. ദിയാധനത്തിന് പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മോചനം നൽകണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കൂടുതലൊന്നും ചെയ്യാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും നല്ലത് സംഭവിക്കട്ടെ എന്നും AG പറഞ്ഞു. ദിയാധനം സ്വീകരിക്കുന്നതിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി എത്തിയത്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തേടി ആക്ഷൻ കൗൺസിൽ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത്. വിവാഹമോചന കേസുകളിൽ സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി. പങ്കാളിയുടെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്തത് തെളിവായി പരിഗണിക്കാമെന്ന് കോടതി. ഇത്തരം തെളിവുകൾ സ്വീകരിക്കാനാകില്ലെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് കോടതി റദ്ദാക്കി. മൗലികാവകാശ ലംഘനമെന്ന പേരിൽ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം തെളിവായി സ്വീകരിക്കാനാകില്ലെന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇത് റദ്ദാക്കിയാണ് സുപ്രീം കോടതി സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. ഇനി പങ്കാളി അറിയാതെ ഫോൺ സംഭാഷണം രഹസ്യമായി റെക്കോർഡ് ചെയ്താൽ അത് തെളിവായി കോടതികളിൽ സ്വീകരിക്കാം. മൗലികാവകാശ ലംഘനത്തിന്റെ പേരിൽ തെളിവ് മാറ്റി നിർത്താനാകില്ലെന്ന് വിധിയിൽ ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കി. വിവാഹമോചന കേസുകളിൽ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. വിവാഹമോചന കേസുകളിൽ തെളിവുകൾ അവതരിപ്പിക്കുന്നതിൽ കക്ഷികൾക്ക് ഇനി കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ രാജ്യം മുഴുവൻ വോട്ടർ പട്ടിക നവീകരിക്കാൻ ഒരുങ്ങുകയാണ്. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക നവീകരിക്കാൻ ഒരുങ്ങുന്നത്. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തടയില്ലെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് രാജ്യമൊട്ടാകെ ഈ രീതിയിൽ പരിഷ്കരണം നടപ്പിലാക്കാനുള്ള കമ്മീഷന്റെ നീക്കം. അനധികൃത വോട്ടർമാരെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ബംഗ്ലാദേശ്, മ്യാൻമാർ കുടിയേറ്റക്കാർ ആധാർ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നുവെന്ന് കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതും കണക്കിലെടുത്താണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. ബീഹാറിൽ ഈ വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ്. അതിനാൽ കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക ഉടൻ പരിഷ്കരിക്കും. അടുത്ത മാസത്തോടെ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താനുള്ള സംവിധാനങ്ങൾ പ്രാദേശികമായി ഏർപ്പെടുത്തും. ഏറ്റവും അവസാനം പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. അല്ലാത്തപക്ഷം 6 രേഖകൾ സമർപ്പിക്കേണ്ടി വരും. 2026 ജനുവരി 1 18 വയസ്സ് തികയുന്ന എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ അഴിമതി ആരോപണവുമായി BJP. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ BJPയുടെ പ്രതിഷേധം. താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ച് പാർട്ടി അനുഭാവികളെ കോർപ്പറേഷനിൽ തിരികെ കയറ്റുന്നുവെന്നാണ് ആരോപണം. പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടി BJP കൗൺസിലർമാർ ബഹളം വെച്ചു. പ്രതിഷേധം ശക്തമാകുന്നതിന്റെ ഭാഗമായി BJP ഈ മാസം 19-ാം തീയതി നഗരസഭയ്ക്ക് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തും. നേരത്തെ ആര്യ രാജേന്ദ്രനെതിരെ കോർപ്പറേഷന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോർപ്പറേഷന് മുന്നിൽ വെച്ച് ആര്യ രാജേന്ദ്രനെ പ്രവർത്തകർ തടഞ്ഞു. ഭരണസമിതി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് CPM അംഗങ്ങളെയും അനുഭാവികളെയും കോർപ്പറേഷനിൽ തിരികെ കയറ്റുന്നുവെന്ന് ആരോപിച്ചായിരുന്നു തടഞ്ഞത്. കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതിക്കും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനുമെതിരെ BJP കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കെട്ടിട നമ്പർ ക്രമക്കേട്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടപ്പാക്കിയ സൈക്കിൾ പദ്ധതിയിലെ അഴിമതി തുടങ്ങിയ കോർപ്പറേഷന്റെ അഴിമതികൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രതിഷേധം. BJP പ്രവർത്തകരെ പോലീസ് കോർപ്പറേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലൂടെ കോർപ്പറേഷന്റെ അകത്തേക്ക് പ്രവേശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നീട് പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കോർപ്പറേഷനിൽ നടക്കുന്നത് അഴിമതി കുംഭകോണമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഗോവ ഗവർണർ ശ്രീധരൻ പിള്ളയെ മാറ്റി അശോക് ഗജപതി രാജു
പുതിയ ഗവർണറാകും. തെലുങ്കുദേശം പാർട്ടി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹം. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചു. ഹരിയാനയിലെ ഗവർണറെയും ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറെയും മാറ്റി അഷിം കുമാർ ഘോഷാണ് പുതിയ ഹരിയാന ഗവർണർ. ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി കവീന്ദർ ഗുപ്തയെ നിയമിച്ചു. പെഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് സമ്മതിച്ച് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും സംഭവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. പെഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കിടെയാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ ഈ ഏറ്റുപറച്ചിൽ. പെഹൽഗാം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് മനോജ് സിൻഹ പറഞ്ഞു. ആക്രമണം നടന്ന സ്ഥലം ഒരു തുറന്ന പുൽമേടാണ്. അവിടെ സുരക്ഷാ സേനയെ വിന്യസിച്ചിരുന്നില്ല. ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിടില്ല എന്നതാണ് കശ്മീരിലെ പൊതുവിശ്വാസം. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണമായിരുന്നു പെഹൽഗാമിൽ നടന്നത്. നിരപരാധികളായ ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടത് ദൗർഭാഗ്യകരമെന്നും മനോജ് സിൻഹ പറഞ്ഞു. കേസിൽ NIA നടത്തിയ അറസ്റ്റുകൾ പ്രാദേശിക പങ്കാളിത്തത്തെ സ്ഥിരീകരിക്കുന്നു. വർഗീയ വിഭജനം സൃഷ്ടിക്കാനായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ജമ്മു കാശ്മീരിൽ സമാധാനമുണ്ടാകണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ജമ്മു കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ്. രാജ്യത്തിന്റെ ആത്മാവിനെ ദുർബലപ്പെടുത്താനായി പാകിസ്ഥാന്റെ മനഃപൂർവ്വമുള്ള പ്രഹരമായിരുന്നു പെഹൽഗാം ആക്രമണം. പക്ഷേ ജമ്മു കാശ്മീരിലെ സുരക്ഷാ അന്തരീക്ഷം പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറയുന്നത് തെറ്റാണെന്നും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജമ്മു കാശ്മീർ മേഖലയിൽ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രശസ്ത നടി സരോജാദേവി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ബംഗളൂരുവിലെ വസതിയിലായിരുന്നു അന്ത്യം. 200-ലധികം സിനിമകളിൽ അഭിനയിച്ച സരോജാദേവിയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാലോകം അടക്കി വാണിരുന്ന നടി. അഭിനയ സരസ്വതി എന്നും കന്നഡ പൈങ്കിളി എന്നും വിളിപ്പേര്. 1955 ആദ്യ ചിത്രം മഹാകവി കാളിദാസയിൽ അഭിനയിക്കുമ്പോൾ പ്രായം 17 വയസ്സ്. വെറും 3 വർഷങ്ങൾ കൊണ്ട് താരപദവിയിലേക്ക്. നാടോടി മന്നനിലെ MGRനൊപ്പമുള്ള വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ 60കളിലെ തിരക്കുള്ള നടിയായി സരോജ മാറി. അക്കാലത്ത് സരോജാദേവി ധരിച്ചിരുന്ന സാരികൾ, ആഭരണങ്ങൾ, ഹെയർ സ്റ്റൈലുകളൊക്കെ ഐക്കണിക്കായിരുന്നു. പ്രേക്ഷകരുടെ പ്രിയ ജോഡിയായിരുന്നു MGRും സരോജാദേവിയും. 26 സിനിമകളിലാണ് ഇരുവരും ഒന്നിച്ചഭിനയിച്ചത്. ശിവാജി ഗണേശൻ, ജമിനി ഗണേശൻ, NT രാമറാവു, രാജ്കുമാർ തുടങ്ങി തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളുടെ നായികയായി. 84 വരെയുള്ള കാലഘട്ടത്തിൽ തുടർച്ചയായി 161 സിനിമകളിൽ നായികയായി വേഷമിട്ട റെക്കോർഡും സ്വന്തം പേരിൽ എഴുതി ചേർത്തു. കന്നഡയിലും തമിഴിലും തെലുങ്കിലുമായി 200-ലധികം ചിത്രങ്ങൾ. 2019 പുനീത് രാജ്കുമാർ നായകനായ സാർവഭൗമയാണ് അവസാന ചിത്രം. പത്മശ്രീയും പത്മഭൂഷണും കലൈമാമണി പുരസ്കാരവും അടക്കം മികവിനൊത്ത ആദരങ്ങളുമേറെ. 60കളിലെ തീക്ഷ്ണ യൗവനത്തെ പ്രണയിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ച തെന്നിന്ത്യയുടെ അഭിനയ സരസ്വതി വിടവാങ്ങുമ്പോൾ മായുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ കൂടിയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക് അമൃത TV. കോളിവുഡിലെ പ്രശസ്ത സ്റ്റണ്ട്മാൻ രാജുവിന് ഷൂട്ടിങ്ങിനിടെ ദാരുണാന്ത്യം. കാർ സ്റ്റണ്ട് ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. പാരഞ്ജിത്ത് സിനിമയുടെ ലൊക്കേഷനിലാണ് അപകടം. ആര്യനായകനാകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. കോളിവുഡിലെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള സ്റ്റണ്ട്മാനാണ് രാജു. 2021 സർപ്പാട്ട പരമ്പരയുടെ 2ാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് അപകടമെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ശ്രീചിത്ര ഹോമിലെ കൂട്ട ആത്മഹത്യാശ്രമം. 12, 15, 16 വയസ്സുള്ള കുട്ടികളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മുതിർന്ന കുട്ടികളുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുട്ടികൾ ആരോപിച്ചു. ഇന്നലെ രാത്രിയാണ് ശ്രീചിത്ര ഹോമിലെ 3 കുട്ടികൾ പാരസെറ്റമോളും വൈറ്റമിൻ ടാബ്ലറ്റുകളും കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 3 പേരും വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ശ്രീചിത്ര ഹോം അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ റാഗിംഗ് നേരിട്ടുവെന്നും അതിലുണ്ടായ മനോവിഷമം കൊണ്ടാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമെന്നാണ് കുട്ടികൾ ആരോപിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ലെന്നും സാധാരണ കുട്ടികൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ശ്രീചിത്ര ഹോം സൂപ്രണ്ട് ബിന്ദു വി വ്യക്തമാക്കി. എന്താണ് കാര്യം കഴിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, അതിന് വേണ്ടിയാണ് കഴിച്ചതെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ പറയുന്നത് മാതിരി ഇവിടെ അടിപിടിയോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളാകുമ്പോൾ നിസ്സാര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കണ്ടീഷനിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കുട്ടികൾ ശ്രീചിത്ര ഹോമിൽ എത്തിയിട്ട് 1 മാസമാകുന്നതേയുള്ളൂ എന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് N സുനന്ദ വ്യക്തമാക്കി. കൗൺസിലിംഗ് കൊടുത്ത ആളിൽ നിന്നും റിപ്പോർട്ട് തേടും.
ആശുപത്രിയിലെത്തി കുട്ടികളെ നേരിട്ട് കാണുമെന്നും ബാലാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞു. കുട്ടികളുടെ കാര്യത്തിൽ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. ആരെങ്കിലും ഇതിന് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തീർച്ചയായിട്ടും പരിശോധിക്കും. കുട്ടികൾ മെഡിക്കൽ കോളേജിലും SIT ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഷാർജയിൽ 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി മലയാളി യുവതി വിപഞ്ചിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഭർത്താവ് നിധീഷിനെയും വീട്ടുകാരെയും കേസിൽ പ്രതി ചേർത്തു. കൊല്ലം കുണ്ട്ര പോലീസാണ് വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്ത്രീധന പീഡന നിരോധന നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. 1-ാം പ്രതി നിതീഷ് മോഹൻ, 2-ാം പ്രതി ഇയാളുടെ സഹോദരി നീതു ബെൻസി, 3-ാം പ്രതി ഇവരുടെ അച്ഛൻ മോഹൻ എന്നിവർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 പേരും ഷാർജയിലായതിനാൽ നാട്ടിലെത്തിയാലാണ് അറസ്റ്റ് നടക്കുക. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചെന്നും FIRലുണ്ട്. വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് നടപടി. എനിക്ക് നീതി കിട്ടണം, എൻ്റെ മോൾക്ക് ശാന്തി കിട്ടണം. അതിന് ഏതറ്റം വരെ പോയി ഞാൻ കേസ് കൊടുക്കും. എന്നാലാവുന്ന എൻ്റെ മരണം വരെയും ഞാൻ പൊരുതും. കൊച്ചുങ്ങളെ 2 പേരെ എനിക്ക് എന്നെ വിട്ട് കിട്ടണം. ഒരാത്മാർത്ഥതയില്ല. അച്ഛന് കൊച്ചിനെ മരുഭൂമിയിൽ എറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേ അത്ര ആത്മാർത്ഥത കൊച്ചിനോട് അവനുണ്ടോ? ഇല്ല. വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം അനുഭവിക്കുകയായിരുന്നു എന്നും നിറത്തിന്റെ പേരിൽ മകളെ വിരൂപിയാക്കാൻ സഹോദരി ഇടപെട്ട് മുടി മുറിപ്പിച്ചുവെന്നും പീഡനങ്ങൾക്കൊടുവിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്നും അമ്മ മൊഴി നൽകി. വിഭജിക നേരിട്ട പീഡനങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും ആത്മഹത്യാക്കുറിപ്പും അമ്മ പോലീസിന് കൈമാറി. വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയിട്ടുണ്ട്. വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചാൽ റീപോസ്റ്റ്മോർട്ടം വേണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. കേസ് CBIക്ക് കൈമാറണമെന്നാണ് വിഭജികയുടെ അമ്മ ശൈലജയുടെ ആവശ്യം. അതേസമയം കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കില്ലെന്നാണ് നിതീഷിന്റെ നിലപാട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്ത് അംഗവും മാതാവും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. വക്കം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അരുൺ, മാതാവ് വത്സല എന്നിവരാണ് മരിച്ചത്. വ്യാജ കേസിൽ കുടുക്കിയതിനാണ് മനം നൊന്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം. ഇന്ന് പുലർച്ചെയാണ് പഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാജ കേസിൽ മനംനൊന്ത് ജീവനൊടുക്കുന്നുവെന്ന് അരുൺ എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പുമുണ്ട്. മരണത്തിന് 4 പേരാണ് കാരണക്കാരെന്നും തനിക്കെതിരായ ജാതി കേസും മോഷണക്കേസും വ്യാജമാണെന്നും കുറിപ്പിൽ പറയുന്നു. പ്രദേശവാസികളായ വിനോദ്, സന്തോഷ്, അജയൻ, ബിനി സത്യൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാരെന്നാണ് കുറിപ്പിലുള്ളത്. പഞ്ചായത്ത് അംഗങ്ങൾക്ക് വാട്സാപ്പിലൂടെ ആത്മഹത്യാക്കുറിപ്പ് അയച്ചു നൽകിയതിനു ശേഷമാണ് അരുൺ ജീവനൊടുക്കിയത്. ജോലിക്കായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാനും പാസ്പോർട്ട് പുതുക്കാനും കഴിയാത്ത സ്ഥിതിയാണെന്നും കടുത്ത മാനസിക വിഷമത്തെ തുടർന്നാണ് ജീവൻ ഒടുക്കുന്നതെന്നും കുറിപ്പിലുണ്ട്. വക്കം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗമാണ് അരുൺ. അരുണിനെതിരെ കള്ളക്കേസ് നൽകിയത് BJP പ്രവർത്തകരാണെന്നാണ് ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാവേലിക്കര വിദ്യാധിരാജ സെൻട്രൽ ലൈൻ സൈനിക് സ്കൂളിലേക്ക് പാദപൂജ വിവാദത്തെ തുടർന്ന് AIYF AISFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. AIYF ജില്ലാ പ്രസിഡന്റ് വൈ രഞ്ജിത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബുദ്ധ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂളിന് മുൻവശം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സമരത്തിനിടെ ബാരിക്കേഡ് ഉയർത്താൻ ശ്രമിച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. കാസർകോട്ടെ മലയോര മേഖല കേന്ദ്രീകരിച്ച് കള്ളത്തോക്ക് നിർമ്മാണവും ഉപയോഗവും വ്യാപകമെന്ന് അധികൃതർ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 11 കള്ളത്തോക്കുകൾ വനംവകുപ്പ് പിടികൂടിയിരുന്നു. രാജപുരം കോട്ടക്കുന്നിൽ തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 3 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാസർകോട്ടെ മലയോര മേഖലകളിൽ നായാട്ട് സംഘങ്ങൾക്ക് വേണ്ടി കള്ളത്തോക്കുകൾ നിർമ്മിച്ചു നൽകുന്നത് വ്യാപകമെന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മലയോരത്തെ വിവിധ പ്രദേശങ്ങളിലായി വീടുകൾ വാടകയ്ക്കെടുത്ത് രഹസ്യമായി താമസിച്ചാണ് തോക്ക് നിർമ്മാണം നടത്തുന്നത്. ഇത്തരത്തിൽ തോക്ക് നിർമ്മാണം നടത്തുന്ന 3 അംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം രാജപുരം പോലീസ് പിടികൂടിയതോടെ കള്ളത്തോക്ക് നിർമ്മാണ സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു രാജപുരം കോട്ടക്കുന്നിൽ തോക്ക് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. കോട്ടക്കുന്നിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ 2 തോക്കുകളും സാധന സാമഗ്രികളും പോലീസ് കണ്ടെടുത്തിരുന്നു. പാണത്തൂർ, കൊട്ടോടി, മഞ്ഞങ്ങാനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നായാട്ടിനെത്തിയ വിവിധ സംഘങ്ങളിൽ നിന്നായി 2 വർഷത്തിനിടയിൽ 11ഓളം കള്ളത്തോക്കുകൾ പിടികൂടിയിരുന്നു. കൂടാതെ 18ഓളം തിരകളും കണ്ടെത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 36 പേരെ പ്രതികളാക്കി കസ്റ്റഡിയിലെടുത്തിരുന്നു.
പോലീസും വനംവകുപ്പും ചേർന്ന് പിടികൂടിയ കള്ളത്തോക്കുകളുടെ എണ്ണത്തിന്റെ ഇരട്ടിയിലധികം തോക്കുകൾ മലയോര കേന്ദ്രങ്ങളിൽ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ടെന്നാണ് വിവരം. അമൃത ന്യൂസ്, കാസർഗോഡ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് 3 മുതൽ 4 ഇരട്ടി വരെ വിലയ്ക്ക്. തൃക്കൈപ്പറ്റ വെള്ളിത്തോട് വാങ്ങിയ 11.5 ഏക്കറിൽ 1 ഏക്കർ ഒഴികെ ബാക്കി മുഴുവനും നിർമ്മാണ അനുമതിയില്ലാത്ത ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഭൂമി ഇടപാടിലെ കൊള്ളയും പുറത്തായത്. ലീഗ് ജില്ലാ ഘടകം അറിയാത്ത വിൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നത നേതാവിന്റെ ബന്ധുവെന്നാണ് ആരോപണം. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 40ഓളം കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും ലീഗ് സമാഹരിച്ചത്. സ്ഥലത്തിനായി 12 കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്ന് നേതൃത്വം പറയുന്നു. വെള്ളിത്തോടിന് സമീപം 6 കോടി രൂപയ്ക്ക് നിർമ്മാണയോഗ്യമായ ഭൂമി ലഭിക്കുന്നത് വേണ്ടെന്ന് വെച്ചാണ് 12 കോടി മുടക്കിയതെന്നാണ് ലീഗിനുള്ളിലെ തന്നെ ആക്ഷേപം. തോട്ടഭൂമി ഇവിടെ സെന്റിന് 30,000 രൂപയ്ക്ക് മുതൽ ലഭിക്കുമെന്നാണ് ലീഗുകാരുടെ തന്നെ വാദം. കരഭൂമി 65,000 രൂപയ്ക്ക് നൽകാമെന്ന് ഉടമകൾ അറിയിച്ചെങ്കിലും മുതിർന്ന നേതാവിന്റെ ബന്ധുവും നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ തന്നെ കച്ചവടം മുടക്കിയെന്നാണ് മറ്റൊരു ആരോപണം. ഈ അഭിഭാഷകന്റെ അടക്കം 5 വ്യക്തികളിൽ നിന്നായാണ് ഭൂമി വാങ്ങിയത്. തോട്ടഭൂമി ഭവന നിർമ്മാണത്തിനായി വിൽപ്പന നടത്തിയതിന് ഉടമകളായിരുന്നവർക്ക് താലൂക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തോട്ടഭൂമിയല്ലെന്നും രേഖകൾ കൈവശമുണ്ടെന്നുമാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. 16 മുതൽ ലാൻഡ് ബോർഡ് ഹിയറിംഗുമുണ്ട്. വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമി പോലും ലീഗ് ഉറപ്പാക്കിയില്ലെന്ന ആശങ്കയിലാണ് ദുരന്തബാധിത കുടുംബങ്ങൾ. 105 കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളായിരുന്നു ഇതിലെ ഭൂരിഭാഗവും. വീട് വേണ്ടെന്നും പുനരധിവാസ മാർഗമുണ്ടെന്നും അറിയിച്ച് 15 ലക്ഷം രൂപ കൈപ്പറ്റി ടൗൺഷിപ്പിൽ നിന്നും ഒഴിഞ്ഞ കുടുംബങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. അമൃത ന്യൂസ്, വയനാട്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് ഭൂമി വാങ്ങിയതിലെ ക്രമക്കേടിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ഭൂമി തരംമാറ്റാനാകില്ല എന്ന് അറിഞ്ഞിട്ടും കുഴിയിൽ ചാടിച്ചത് ലീഗ് നേതാവിന്റെ ഭാര്യാബന്ധുവെന്നാണ് ആരോപണം. ഭൂപരിഷ്കരണത്തിൽ ഇളവ് ലഭിച്ച തോട്ടഭൂമി ഉൾപ്പെടെയാണ് പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പണം നൽകി വാങ്ങിയത്. ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാൾ അധികം നൽകിയതായാണ് വിവരം. കുറഞ്ഞ വിലയുള്ള തോട്ടഭൂമി കൂടിയ വിലയ്ക്ക് വാങ്ങി നേതൃത്വത്തെ കുഴിയിൽ ചാടിച്ചത് മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാവിൻ്റെ ഭാര്യാബന്ധുവാണെന്ന് എതിർവിഭാഗം ആരോപിക്കുന്നു. ലീഗിലെ വയനാട് ഘടകമറിയാതെ നടത്തിയ ഇടപാടാണെന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. തോട്ടഭൂമിയാണെങ്കിലും ദുരന്തബാധിതരുടെ പുനരധിവാസമായതിനാൽ സർക്കാരിൽ നിന്ന് ഇളവ് ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ലീഗ് നേതൃത്വത്തെ ഇടനിലക്കാരൻ വെട്ടിൽ വീഴ്ത്തിയതെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ 2 പ്രമുഖരായ നേതാക്കളുടെ ബന്ധുവായ ഇയാളുടെ തോട്ടഭൂമി കൂടി ചേർത്താണ് കച്ചവടം നടത്തിയത്. ഈ രഹസ്യ ഇടപാടിനെതിരെ ലീഗിലെ ഒരു വിഭാഗം കലാപക്കൊടി ഉയർത്തിയിട്ടുണ്ട്. വയനാട് ജില്ലാ നേതൃത്വത്തെ അനുനയിപ്പിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള തീവ്ര ശ്രമത്തിലാണ് മുസ്ലിം ലീഗ്. 11 ഏക്കർ ഭൂമി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ജന്മം ഭൂമിയാണ് വാങ്ങിച്ചതെന്നും തോട്ടഭൂമിയല്ലെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ വിശദീകരണം. സംഭവത്തിൽ വൈത്തിരി ലാൻഡ് ബോർഡ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. യൂത്ത് കോൺഗ്രസിനെതിരായ നിലപാടിൽ ഉറച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. സമരത്തിൽ മാത്രമല്ല, യുവാക്കൾ പഞ്ചായത്തിലെങ്കിലും കേന്ദ്രീകരിക്കണം. ടിവിയിൽ കാണുന്ന യൂത്ത് കോൺഗ്രസുകാരെ തന്റെ പഞ്ചായത്തിൽ പോലും പ്രവർത്തനങ്ങളിൽ കാണാറില്ല. ദുരുദ്ദേശപരമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും PJ കുര്യൻ വ്യക്തമാക്കി. കുര്യനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അടക്കം പങ്കെടുത്ത പത്തനംതിട്ടയിലെ സമരസംഗമത്തിലായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യന്റെ യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനം. യൂത്ത് കോൺഗ്രസിൽ യുവാക്കളില്ല, ശുഭദ യൗവനത്തെ SFIയുടെ കൂടെ നിർത്തുന്നു, തന്റെ മണ്ഡലത്തിൽ പോലും യൂത്ത് കോൺഗ്രസിന് ആളില്ല എന്നും തുടങ്ങി ഇടത് സംഘടനയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും ഇകഴ്ത്തിയുമുള്ള പരാമർശങ്ങളായിരുന്നു PJ കുര്യന്റേത്. തുടർന്ന് മുതിർന്ന നേതാവിനെതിരെ നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ വിഷയത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PJ കുര്യൻ പ്രതികരിച്ചു. പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. അത് ജില്ലാ ആസ്ഥാനത്ത് സമരം നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമരം നടക്കുന്നുണ്ട്. പോലീസുമായി അടിപിടി ഉണ്ടാകും, ചിലപ്പം പോലീസ് മർദ്ദിക്കും, അതൊക്കെ പത്രങ്ങളിലും വരും. അത് നല്ല കാര്യം. പക്ഷേ പോലീസിൻ്റെ അടിമേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അത് വെറുതെ അവർ വേണം. പക്ഷേ എന്നാലും നമ്മുടെ ഈ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളില്ല. PJ കുര്യനെ പിന്തുണച്ച്
കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. പാർട്ടി യോഗത്തിലാണ് കുര്യൻ അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ സതുദ്ദേശത്തോടെ കാണുന്നുവെന്നും ആളില്ലാത്ത മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ സതുദ്ദേശത്തോടു കൂടി തന്നെ എടുക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും. വിഷയത്തിൽ PJ കുര്യൻ പറഞ്ഞ യൗവനത്തെയല്ല, വിവേകമുള്ള യൗവനത്തെയാണ് ആവശ്യമെന്നും മാറിയ കാലത്ത് TV-യിൽ വരേണ്ടത് ആവശ്യമാണെന്നുമാണ് കോൺഗ്രസിലെ മിക്ക നേതാക്കളുടെയും അഭിപ്രായം. ഇത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ജൈവ മതിലുണ്ട് കോഴിക്കോട് എലത്തൂരിൽ. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന EC മൊയ്തീൻ കോയയുടെ വീടിന് ചുറ്റും ഇലച്ചെടികളുടെ വേലി നിർമ്മിച്ചിരിക്കുന്നത്. പച്ചപ്പിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കുഞ്ഞു സ്വർഗത്തിലെ കാഴ്ചകൾ കാണാം. പുറമേ നിന്ന് നോക്കിയാൽ തന്നെ കവാടവും അതിൽ നിറയെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മണി പ്ലാന്റ് ചെടികളും കാണാം. അതിന്റെ നടുവിലായി ഒരു വീടും. പച്ചപ്പും ശുദ്ധവായും വെളിച്ചവും ഈ വീടിന് നൽകുന്ന കുളിർമ ചെറുതല്ല. EC മൊയ്തീൻ കോയയും കുടുംബവുമാണ് തന്റെ 9 സെന്റ് പുരയിടത്തിന് ചുറ്റും ഇലച്ചെടികളുടെ വേലി നിർമ്മിച്ചിരിക്കുന്നത്. 30 വർഷങ്ങൾക്ക് മുൻപ് നട്ട 4 ചെടികളാണ് ഈ കാണുന്ന മതിലിന്റെ അടിത്തറ. 30-35 വർഷം മുമ്പേ ചെയ്തൊരു സാധനമാണ്. പക്ഷേ വേറെ അത് അത്രത്തോളം വരുമെന്നുള്ളത് കണക്കെടുത്ത് ചെയ്തതല്ല. പക്ഷേ 4 തണ്ട് മണിപ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇത്രയും വലിയ മണിപ്ലാന്റിൻ്റെ, അതായത് മണിപ്ലാന്റ് ശരിക്കും ഇപ്പം മണിപ്ലാന്റിൻ്റെ കോട്ടാൻ തന്നെ പറയാം. അത്രയും ജാസ്തി മണിപ്ലാന്റ് അത് 10-35 വർഷം മുമ്പ് ഞങ്ങളിങ്ങനെ പരിപാലിച്ചു കൊണ്ടുവരാനും. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് ഇവയെ പരിപാലിച്ചു പോകുന്നത്. നിരവധി പേരാണ് ഫോട്ടോ എടുക്കാനായി ഇവിടേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ അവസാന ദിനം ഇന്ത്യ പൊരുതുകയാണ്. 8 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. 70 റൺസാണ് ഇനി ഇന്ത്യക്ക് ജയിക്കാനായി ആവശ്യം. ഇംഗ്ലണ്ട് നൈജർ ആർച്ചർ 3, ബെൻ സ്റ്റോക്സ്, ബ്രേഡൻ കാർഡ്സ് എന്നിവർ 2, ക്രിസ് വോക്സ് 1 വിക്കറ്റും വീഴ്ത്തി.